ബാം 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 തിന്ന് 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 തീറ്റ മത്സരം പോലെ അങ്ങനെ തിന്ന് 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 ശ്വാസക്കിതപ്പൊക്കെ വന്ന അവസാനം വളരെ അസ്വസ്ഥനായി തിന്നു പോയല്ലോ എന്നിങ്ങനെ അസ്വസ്ഥപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്നാണ് ഇതിനെ പറയാം. കുറച്ച് സമയം തന്നെ കുറേ അങ്ങോട്ട് വാരിക്കോരി കഴിക്കാം. നമ്മുടെ ശരീരത്തിന് എനിക്ക് വിശപ്പ് മാറി എന്നുള്ളൊരു സ്റ്റിമുലസ് വരണമെങ്കിൽ 20 മിനിറ്റ് എടുക്കും. ആ 20 മിനിറ്റിനുള്ളിൽ കുറേ ഭക്ഷണം കഴിച്ചാലും ആ സമയത്ത് നമ്മുടെ തലച്ചോറ് ഫുള്ളായി എന്നുള്ള മെസ്സേജ് അറിയില്ല. മനസ്സിലായില്ലേ? ആ സമയത്ത് പതിയെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് 20 മിനിറ്റ് ആകുമ്പോഴേക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും? വയറ് ഫുള്ളായി എന്നുള്ള മെസ്സേജ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ബിഞ്ച് ഈറ്റിംഗുകാരെങ്ങനെ അങ്ങോട്ട് വാരി വാരി വലിച്ച് തിന്നുക ചെയ്യുക. ആ ടൈം വരെ കാത്തു നിൽക്കുക പോലും ചെയ്യൂല. ഇതുകൊണ്ട് ഒരുപാട് അപകടങ്ങളുണ്ട്. ഈ ബിഞ്ച് ഈറ്റിംഗ് കൊണ്ട് ഒരുപാട് അപകടങ്ങളുണ്ട്. അല്ലേ? ജീവിതശൈലി രോഗങ്ങൾ വരാം, പൊണ്ണത്തടി, അങ്ങനത്തെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇതുപോലുള്ള ആൾക്കാർക്ക് ആയുസ്സും കുറവാണ്. അപ്പം നമുക്ക് ഈ ബിഞ്ച് ഈറ്റിംഗ് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മളെങ്ങനെ തിരിച്ചറിയും? ബിഞ്ച് ഈറ്റിംഗ് ഉള്ള ആളൊരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം സ്റ്റാർട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ പറ്റില്ല. ഒരു ഫുൾ പ്ലേറ്റൊക്കെ മുമ്പിലുണ്ട്, മൊത്തം വാരി വലിച്ചങ്ങോട്ട് ഷാപ്പാക്കും. അതിനൊരു ഫുൾ സ്റ്റോപ്പ് പറയാൻ പറ്റില്ല എന്നുള്ളത്. നമ്മളപ്പോൾ ഭക്ഷണങ്ങളും കഴിച്ചപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ഒരു ലിമിറ്റായും തോന്നിയിട്ടും ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളും ഈ ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡറുള്ള ആളാണ്. പലപ്പോഴും ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു, ഞാൻ പറഞ്ഞില്ല 20 മിനിറ്റ് കഴിഞ്ഞാലുള്ള അറിയാം, കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അയ്യോ ഞാൻ കഴിച്ചു പോയല്ലോ, എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു ലജ്ജ തോന്നുക, കുറ്റബോധം തോന്നുക. ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒരു സാഹചര്യം? ചിന്തിച്ച് നോക്കുക. നമുക്ക് ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്. പിന്നെ ഈ ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡറുള്ള ആൾക്കാരുടെ പ്രത്യേകത നിയന്ത്രണം കുറവായിരിക്കും എന്നുള്ളതാണ്. എത്ര ഭക്ഷണം കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു, എവിടെ എത്രമാത്രം ക്വാളിറ്റി ഉള്ളിൽ ചെന്ന് മുമ്പ് ക്വാണ്ടിറ്റി ഉള്ളിൽ ചെന്ന് മുമ്പ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നോ, ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ വേറെ കഴിക്കാനുണ്ടോ, ഇതിനൊന്നും ഒരു കൺട്രോളും ഉണ്ടാവില്ല. കിട്ടുന്ന ഒക്കെ വാരി വലിച്ച് അങ്ങോട്ട് തിന്നു. ഈ ബിഞ്ച് ഈറ്റിംഗ് കൾച്ചർ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സൽക്കാരം എന്നും പറഞ്ഞിട്ട് ഈ ബിഞ്ച് ഈറ്റിംഗ് കൾച്ചർ നമ്മുടെ നാട്ടിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതൊക്കെ ഒന്ന് മാറ്റണം. അല്ലെങ്കിൽ സൽക്കാരം കഴിഞ്ഞ് പുതിയാപ്പിള വീട്ടിലെത്തുമ്പോഴേക്ക് പുതിയാപ്പിളിൻ്റെ മരണ വാർത്തയൊക്കെ നമ്മൾ കേൾക്കുക. പിന്നെ ബിഞ്ച് ഈറ്റിംഗ് ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിശക്കണമെന്നൊന്നുമില്ല ഭക്ഷണം കഴിക്കാൻ. ചുമ്മാ എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. വിശപ്പിൻ്റെ സിഗ്നൽ കിട്ടിയിട്ടൊന്നും ആയിരിക്കില്ല. നമ്മുടെ ശരീരത്തിലുള്ള പലപ്പോഴും നമ്മളെന്താ ചോദിക്കേണ്ടത്? നമ്മുടെ ശരീരത്തോട് തന്നെ ചോദിക്കുക, നിനക്ക് വിശക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുക. നീയിപ്പം കഴിക്കുന്ന ഭക്ഷണം നിനക്ക് ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ സമയം കണ്ടെത്തുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബിഞ്ച് ഈറ്റിംഗ് ഒഴിവാക്കാൻ പറ്റും. വയറ് ഫുള്ളായിട്ടല്ല അവർ നിർത്തുക. കഴിച്ച് വല്ലാത്തൊരു കിതപ്പൊക്കെ അങ്ങോട്ട് ഫീൽ ചെയ്ത് വല്ലാത്തൊരു അസ്വസ്ഥത വരുന്ന സമയം വരെ ഇവരിങ്ങനെ ഇതിനു വേണ്ടി കാത്തിരുന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ബിഞ്ച് ഈറ്റിംഗുകാരെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈ ബിഞ്ച് ഈറ്റിംഗ് സ്വഭാവം നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയോ? ഒരു അറ്റാക്ക് വരാൻ നമുക്ക് സമയം അധികം ദൂരമല്ല. പ്രമേഹം വരാൻ വേറെ എങ്ങോട്ട് പോകേണ്ട കാര്യമല്ല. മെറ്റബോളിക് സിൻഡ്രോം, ഫാറ്റി ലിവർ, അങ്ങനത്തെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾക്ക് വേറെ ആയിട്ടും പോകേണ്ടി വരില്ല. നമ്മുടെ ഭക്ഷണം തന്നെ നമുക്ക് വേണ്ട അസുഖങ്ങളും നമ്മുടെ മരണത്തെയും ഇങ്ങോട്ട് കൊണ്ടെത്തും. ശാരീരിക പ്രശ്നങ്ങൾ മാത്രമല്ല കേട്ടോ, ഇത് നമുക്കൊരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ടാക്കും. ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സമ്മർദ്ദം, നമ്മൾ സ്ട്രെസ്, നമ്മളുടെ ആങ്സൈറ്റി, നമ്മുടെ ഡിപ്രഷന്, ഇതൊക്കെ നമ്മൾ ബിഞ്ച് ഈറ്റിങ്ങിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഈ ഒരു ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ ബിഞ്ച് ഈറ്റിംഗ് പ്രോബ്ലം ഉള്ളവർ ഒരു പ്രൊഫഷണൽ സഹായം സ്വീകരിക്കുന്നതിനാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പതിയെ മൈൻഡ്ഫുള്ളായിട്ട് നമ്മളുടെ വിശപ്പിൻ്റെ സിഗ്നലൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആസ്വദിച്ച് പതിയെ കഴിക്കുക. ഒരു 20 മിനിറ്റ് നേരെ എടുത്തുകൊണ്ട് കഴിക്കാൻ പറ്റുന്നത് ഏറ്റവും ഉചിതമാണ്. 20 മിനിറ്റ് ഒരു കുറച്ച് ഭക്ഷണം കഴിച്ചാലും നമ്മൾക്ക് എന്താവും, നമ്മൾ വയറ് ഫുള്ളായി എന്നുള്ളൊരു മെസ്സേജ് നമ്മുടെ തലയിലേക്ക് പാസ് ചെയ്യും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ബിഞ്ച് ഈറ്റിങ്ങിന് കാരണമാവുന്നൊരു ഒരു എന്താ പറയുക ട്രിഗർ ഉണ്ടാവും. അത് നമ്മൾ തിരിച്ചറിയണം. ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുമ്പോൾ ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് ഇന്ന സമയത്ത് എന്നുള്ളത് ഈ ട്രിഗർ തിരിച്ചറിഞ്ഞാൽ അതിനെ ആൾട്ടർ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊരു റെഗുലറായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കണം, റെഗുലറായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കണം. അതിനനുസരിച്ച് മുന്നോട്ട് പോകാം നമ്മൾ. മനസ്സിലായില്ലേ? നമ്മൾ എന്ത് ചെയ്യുക, ഇന്നൊരു ദിവസം എന്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെ കഴിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ എന്തെങ്കിലും ബിഞ്ച് ഈറ്റിങ്ങിൻ്റെ പ്രശ്നം നമുക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ടെത്തുക. കാരണം എന്നാലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ഒരുപാട് ശാരീരികവും മാനസികവുമായുള്ള പ്രശ്നങ്ങൾ നമുക്ക് തടയാൻ പറ്റുള്ളൂ.